നമസ്കാരം. നിരവധി സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് വാട്സാപ്പിൽ പഞ്ചാര ചാറ്റ് അയച്ചു, അതിനുശേഷം ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു, അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങളുടെ ഒരു വലിയ പടുകുഴിയിൽ വീണ് കിടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനം ആരംഭിച്ച ആദ്യ ദിവസം നിയമസഭയിലെത്തിയിരുന്നു. അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുലിൻ്റെ ഒരു എൻട്രി. വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വഴികാട്ടിയത്, അദ്ദേഹത്തോടൊപ്പം അനുഗമിച്ചത് യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള നേമം ഷജീറായിരുന്നു. ഈ നേമം ഷജീറിനെതിരെ ഇപ്പോൾ KPCCക്കും AICCക്കും ഒക്കെ പരാതി പ്രവാഹമാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ഈ നേമം ഷജീറിനെതിരെയുള്ള പരാതി കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. എന്തായാലും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനുമാണ് കേരളത്തിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ ഇങ്ങനെ നിരന്തരം പരാതി അയച്ചുകൊണ്ടിരിക്കുന്നത്. നേമം ഷജീറിനെതിരെ ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനം നടത്തിയ നേമം ഷജീറിനെതിരെ കടുത്ത നടപടി തന്നെ വേണം എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നടപടിക്ക് വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുഗമിച്ചത് തെറ്റായ സന്ദേശം നൽകുന്നു എന്നാണ് പരാതിയിൽ ഭൂരിഭാഗവും പറയുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതി ഇപ്പോൾ വലിയ തോതിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ആകെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് മുൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ വന്ന സ്ത്രീപീഡന ആരോപണങ്ങൾ. ആ സമയം പാർട്ടിയും പാർലമെൻ്ററി പാർട്ടിയും എടുത്ത തീരുമാനങ്ങൾ കോൺഗ്രസിന് ജനങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ ഒരു ചെറിയ അവസരം ഉണ്ടാക്കി. നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് നിയമസഭയിലെത്താമെന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ കോൺഗ്രസ് അണികൾക്ക്, കടുത്ത ഡൈഹാർട്ട് കോൺഗ്രസ് ഫാൻസിന് ഇടയിലെങ്കിലും അത് ഒപ്പിച്ചെടുക്കാൻ KPCCക്ക് സാധിച്ചിരുന്നു. എന്തായാലും പാർട്ടിയുടെ പിന്തുണ പക്ഷേ നിയമസഭയിലെത്താൻ രാഹുലിന് ഉണ്ടാവില്ല എന്ന തീരുമാനം, ആ ഒരു തീരുമാനം സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കിട്ടിയ അംഗീകാരമായും കോൺഗ്രസിൻ്റെ ചില ആളുകളെങ്കിലും കണ്ടു. എന്തായാലും രാഹുലിനോടൊപ്പം സഹായത്തിനെത്തിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറാണ്. അതോടുകൂടി സകലമാന സാധനങ്ങളും പടിക്കൽ കൊണ്ട് കലമുടച്ച ഒരവസ്ഥാവിശേഷത്തിലേക്ക് എത്തി. അത് യൂത്ത് കോൺഗ്രസ് സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കൊപ്പമാണെന്ന സന്ദേശവും പൊതുസമൂഹത്തിനിടയിൽ നൽകിയിട്ടുണ്ട്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആരോപണങ്ങളുടെ പടുകുഴിയിൽ വീണുകിടക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെ എന്ത് തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.